ഓർമ്മശക്തി എല്ലാ പിള്ളേരും പറയും ഉസ്താദെ പഠിച്ചോണ്ട് പോലും മറന്ന് ഓർമ്മശക്തിയില്ല. ഓർമ്മശക്തി വർദ്ധിക്കാൻ 4 കാര്യങ്ങൾ ചെയ്യണം. ഞാൻ പറഞ്ഞിട്ട് ചെയ്യോ മക്കളെ? 1 തിലാവത്തുൽ ഖുർആൻ, പതിവായി ഖുർആൻ ഓതണം. 2 അസ്സലാ, നമസ്കാരം കൃത്യമായി നിർവഹിക്കണം. 3 അസ്സിവാക്ക്, എപ്പോഴും മിസ്വാക്ക് ചെയ്യണം. ഓർമ്മശക്തി വർദ്ധിക്കും, മിസ്വാക്ക് ചെയ്യണം. അല്ലാതെ ശിരിക്കാരുടെ പുസ്തകം വായിച്ചിട്ടൊന്നും കാര്യമില്ല. 3 കാര്യം ഓർമ്മശക്തി വർദ്ധിക്കാൻ. 1 തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതുക. 2 നിസ്കാരം നിർവഹിക്കുക. 3 അസ്സൗമു, നോമ്പ് പിടിക്കുക. പരീക്ഷ എഴുതുന്നതിന് അന്ന് സുന്നത്തവും പിടിച്ച നല്ലതാണ്. 4 അസ്സിവാക്ക്, എന്ത് ചെയ്യുക? ഇപ്പൊ എന്ത് വർദ്ധിക്കും? ഓർമ്മശക്തി വർദ്ധിക്കും. ഇനി അവസാനത്തെ എല്ലാവരും മുമ്പോടെ 2 കാര്യം കൂടെ ഉള്ളു. ഇനി ഓർമ്മശക്തി നശിപ്പിക്കുന്ന മറവുണ്ടാക്കുന്ന കാര്യം ഉപേക്ഷിക്കുക. മറവുണ്ടാക്കുന്ന കാര്യമേതാണ്? ശകൗതു ഇലാ വകീന സൂഅ ഹിഫ്ദി ഫാർശിദിനി ബിതർകിൽ മആസി. ഇമാം ശാഫി റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് വല്ലാത്ത മറവി വന്നു. എന്റെ ഉസ്താദിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, എനിക്ക് വല്ലാത്ത മറവിയാണ്, എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞു തരുമോ? നമ്മുടെ മക്കൾക്ക് ബ്രഹ്മിയുടെ ലേഹ്യം ഉണ്ടാക്കി കൊടുക്കും. ബ്രഹ്മി എന്ന ആയുർവേദത്തിന്റെ ഔഷധമാണ് ബ്രഹ്മി. ഒരു ബ്രഹ്മി നിന്നിട്ട് കാര്യമില്ല. നിന്റെ കയ്യിലെ ബ്രഹ്മി അങ്ങ് ഓഫാക്കണം. നിന്റെ കയ്യിലൊരു ബ്രഹ്മാസ്ത്രമുണ്ട്. എന്റെ ഉസ്താദ് പറഞ്ഞു, നീ തെറ്റ് ചെയ്യരുത്, തെറ്റുകളിലേക്ക് നോക്കാൻ പാടില്ല. അതുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും മോശമായ ചിത്രങ്ങൾ കാണാൻ പാടില്ല. എത്ര കൂടുതൽ കാണുന്നോ അതിനനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് മറവിയുണ്ടാവും. വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിച്ചിട്ട് ഈ ഹറാമ് കാണുന്നത് ഒഴിവാക്കുക. സിനിമാ പോസ്റ്ററുകൾ ഇപ്പൊ മനസ്സിലായ അങ്ങനെ എഴുതിയാൽ ഫുൾ A+. എന്നിട്ട് പരീക്ഷ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് ബിസ്മി പറഞ്ഞിട്ട്, ഇത് ബാക്കവിയുടേതാണേ, ഓർത്തിരിക്കണേ. അപ്പോഴൊക്കെ എന്റെ കുഞ്ഞുങ്ങൾ ബാക്കവിക്ക് വേണ്ടി ദുആ ചെയ്യണേ. എഴുതുന്നതിന് തൊട്ടു മുമ്പ് സൂറത്ത് റഹ്മാനിലെ ആദ്യത്തെ 7 ആയത്ത് ഓതണം. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. 7 ആയത്ത് ഓതുക. എന്നിട്ട് മക്കൾ പരീക്ഷ എഴുതുക. അൽഹംദുലില്ലാഹ് ഫുൾ A+ ആയിരിക്കും. ഇങ്ങനെ ചെയ്യണ കുട്ടിക്ക് അള്ളാഹു നമ്മുടെ മക്കൾക്ക് വിജയം തരട്ടെ. ഇത് കേട്ടവരൊക്കെ കേൾക്കാത്തവർ കേൾപ്പിച്ചു കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.